പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ ഡേറ്റ അനാലിസിസ് യൂസിങ് ആർ എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ 6 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2022 നടന്ന പൊതുപരീക്ഷ ചോദ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ സെക്ഷൻ ബിയിലെ 2 മാർക്കിന് ചോദ്യങ്ങളും സെക്ഷൻ സിയിലെ ഷോർട്ട് എസ്സേ ചോദ്യങ്ങളും സെക്ഷൻ ഡിയിലെ ലോങ് എസ്സേ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ആർ. 7.5 മാർക്സ്. സെക്ഷൻ ഡിയിലെ ഒരു എസ്സേയുടെ അനുബന്ധമായി വരുന്ന ഒരു ചോദ്യമാണ്. അതിലൊരു സബ് ഡിവിഷനാണ് ഫീച്ചേഴ്സ് ഓഫ് ആർ. നമുക്ക് ആർ എന്താന്ന് നോക്കാം. ആർ ഇസ് എ ലാംഗ്വേജ് ആൻഡ് എൻവയോൺമെന്റ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഗ്രാഫിക്സ്. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ റോസ് ഇഹാക്ക ആൻഡ് Robert Gentleman. It is an open source programming language often used as a data analysis and a statistical software tool. പൊതുവെ പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ എന്ന് പറയുന്നത്. റോസ് ഇഹാക്ക, റോബർട്ട് ജെന്റിൽമാൻ ഈ 2 സയന്റിസ്റ്റുകളാണ് ഡെവലപ്പ് ചെയ്തത്. അതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ വിഷ്വലൈസേഷൻ പോലെയുള്ള ഡേറ്റാ സയൻസ് ടാസ്കുകൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനിയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർ നോക്കിയാൽ പൊതുവെ 4 പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആണുള്ളത്. ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്, ഇറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്, ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പാക്കേജസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലൈസൻസ് ആണ്, ലൈസൻസ് ഫീ ആവശ്യമില്ല. നമുക്ക് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പോലെ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ പാക്കേജുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമേഴ്സ് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആയിട്ട് ആർ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. സോ ആർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ റോസ് ഇഹാക്ക ആൻഡ് റോബർട്ട് ജെന്റിൽമാൻ. അവരുടെ 2 പേരുടെയും പേരുകളുടെ ആദ്യ ലെറ്റർ ആർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ലാംഗ്വേജിനും ആർ എന്ന പേര് കൊടുത്തത്. അതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളായി യൂസ് ചെയ്യുന്നു, ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയും ഇത് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടാസ്കിന് വേണ്ടിയും പലപ്പോഴും ആർ യൂസ് ചെയ്യുന്നു. ആർ ഈസ് ഐഡിയൽ ഫോർ മെഷീൻ ലേണിംഗ് ഓപ്പറേഷൻസ് സച്ച് ആസ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. മെഷീൻ ലേണിംഗിലെ വളരെ അനിവാര്യമായ 2 ഓപ്പറേഷനാണ് റിഗ്രഷൻ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയും പലപ്പോഴും ആർ യൂസ് ചെയ്യുന്നു. ആർ ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ റാംഗ്ലിംഗ്. ഡേറ്റ റാംഗ്ലിംഗ് എന്ന് പറയുന്ന ഡേറ്റ സയൻസിലെ ഒരു ടാസ്ക്കാണ്. ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി അപ്ഗ്രേഡ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ആർ ഈസ് ഗ്രോയിങ് കോൺസ്റ്റന്റ്ലി ബൈ അപ്ഡേറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡിങ്. അത് പലപ്പോഴും നമ്മൾ ഒരു ന്യൂ ജനറേഷന്റെ കേസിൽ നോക്കിയാൽ പലപ്പോഴും ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ആർ വളരെ അധികം യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി പലപ്പോഴും ആർ യൂസ് ചെയ്യുന്നു. പൊതുവെ പറഞ്ഞാൽ ആർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെന്റ് ടാസ്ക്. സോ ആർ ഈസ് ഐഡിയൽ ഫോർ മെഷീൻ ലേണിംഗ് ഓപ്പറേഷൻ. അതുപോലെ തന്നെ ആർ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ കഴിയുന്നു. പാക്കേജുകളുടെ ഒരു ലഭ്യത പലപ്പോഴും ആറിനെ ഒരു വളരെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അനിവാര്യമായ ഒരു ടൂളായി യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആർ കോൺസ്റ്റന്റ് ആയി അപ്ഡേറ്റ് ചെയ്യുന്നു, പുതിയ പാക്കേജുകൾ വരുന്നു, പുതിയ ലൈബ്രറീസ് ആഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയി ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ. 2 സയന്റിസ്റ്റുകളാണ് ഡെവലപ്പ് ചെയ്തത്.
റോസിഹാക്ക റോബർട്ട് ജെന്റിൽമാൻ. അതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് നീഡ് ലൈസൻസ് ഫീ. So R is a statistical programming language. It is used for data analysis and machine learning. It is ideal for machine learning operations like regression and classification. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആർ നോക്കിയാൽ പൊതുവെ ആർ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എന്നാൽ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ വ്യത്യസ്തമായ ഡിസഡ്വാൻറ്റേജ് ആണ് പലപ്പോഴും ആർ ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആറിനുള്ളത് മറ്റുള്ള ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ്. ഒരു കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബേസിക് പ്രോഗ്രാമേഴ്സ്. തുടക്കത്തിലുള്ള പ്രോഗ്രാമേഴ്സിന് ലേൺ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് ഈസ് ലാംഗ്വേജ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ പീപ്പിൾ ഹു ഹാസ് പ്രീവിയസ് പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ്. മുൻ പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ടാണ് നല്ലതിനെ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗിനർ ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സിന് ഇത് ലേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. 2, ഇറ്റ് ഈസ് നോട്ട് സെക്യൂർ. ആർ ഡസ് നോട്ട് ഹാവ് ബേസിക് സെക്യൂരിറ്റി മെഷേഴ്സ്. ബേസിക് സെക്യൂരിറ്റി മെഷേഴ്സിന്റെ അഭാവം അതിനെ ഒരു നോൺ സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയി പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ചോയ്സ് ഫോർ വെബ് സേഫ് ആപ്ലിക്കേഷൻ. വെബിൽ സേഫ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചോയ്സ് ആയി നമുക്ക് ആറിനെ പരിഗണിക്കാൻ കഴിയുന്നില്ല. കാരണം അടിസ്ഥാനപരമായ സെക്യൂരിറ്റി മെഷേഴ്സിന് പോലെയുള്ള കാര്യങ്ങൾ ആറിൽ ലഭ്യമല്ല. 3, ഇറ്റ് ഈസ് സ്ലോവർ. ആർ ഈസ് സ്ലോവർ ദാൻ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് പൈത്തൺ ഓർ മാത്ലാബ്. പൈത്തൺ അല്ലെങ്കിൽ മാത്ലാബ് പോലെയുള്ള മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവർ ആണ്. അടുത്ത ഡിസഡ്വാൻറ്റേജ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് മെമ്മറി. മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അതുകൊണ്ട് കൂടുതൽ മെമ്മറിയും കൂടുതൽ റിസോഴ്സുകളും ആർ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഡസ് നോട്ട് ഹാവ് കൺസിസ്റ്റന്റ് ഡോക്യുമെന്റേഷൻ. പാക്കേജിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ട് അതൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പലപ്പോഴും പെർഫോമൻസ് ആർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോറിലേഷൻ? മെൻഷൻ വേരിയസ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. 4 മാർക്കിന്റെ ചോദ്യം. സെക്ഷൻ സിയിലെ ഒരു ഷോർട്ട് എസ്സേ ആണ്. കോറിലേഷൻ എന്താണ് വ്യത്യസ്തമായ കോറിലേഷൻ ടൈപ്സുകൾ ഏതാണ്? നമുക്ക് ആദ്യം കോറിലേഷൻ എന്താണെന്ന് നോക്കാം. കോറിലേഷൻ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് കോറിലേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ കോറിലേഷൻ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കോറിലേഷൻ എന്നൊരു ടേം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. യൂസിങ് എ സ്കാറ്റർ പ്ലോട്ട് വി ക്യാൻ ജനറലി അസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ഡിറ്റർമിൻ വെദർ ദേ ആർ കോറിലേറ്റഡ് ഓർ നോട്ട്. 2 വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്കാറ്റർ പ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്കാറ്റർ പ്ലോട്ട് ആണ് പലപ്പോഴും 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് എ വാല്യൂ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ക്യാൻ ടേക്സ് എനി വാല്യൂ ഫ്രം -1 to +1. -1 മുതൽ +1 വരെയുള്ള വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം -1 to +1. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോറിലേഷൻ നോക്കിയാൽ പൊതുവെ നമുക്ക് 3 ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണുള്ളത്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ. The scatter plot explains the correlation between 2 attributes or variables. It represents how closely 2 variables are connected. ഒരു സ്കാറ്റർ പ്ലോട്ട് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോറിലേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ സ്കാറ്റർ പ്ലോട്ടിന് ഹെൽപ്പോടെ കൂടിയാണ് നമുക്ക് ഈ 3 ടൈപ്പ് ഓഫ് കോറിലേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് കോറിലേഷൻ ആണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. Positive correlation occurs when the values of 2 variables move in the same direction. 2
വേരിയബിൾസിന്റെ വാല്യൂസ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്താൽ അടുത്ത വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു, ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്താൽ അടുത്ത വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ രണ്ട് വേരിയബിൾ മൂവ് ചെയ്യുമ്പോൾ അത്തരം കോറിലേഷനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് നോക്കാം. നെഗറ്റീവ് കോറിലേഷൻ occurs when the values of two variable moves in the opposite direction. രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അതായത് ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്ത വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, രണ്ടാമത്തെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ആണ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി നോ കോറിലേഷൻ നോക്കാം. നോ കോറിലേഷൻ occurs when there is no linear dependence or no relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന കോറിലേഷൻ ആണ് നോ കോറിലേഷൻ. കോറിലേഷൻ പൊതുവെ ഇറ്റ് റെപ്രസെന്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ആണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് കോറിലേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് കോറിലേഷൻ എന്ന ടേം. കോറിലേഷന് പൊതുവെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം: പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ. ഇനിയും ഒരു ഫോർമുല യൂസ് ചെയ്യുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് കോറിലേഷൻ. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർമുല. ദ മോസ്റ്റ് കോമൺ ഫോർമുല ഫോർ ഡിറ്റർമിനിങ് ദ കോറിലേഷൻ ഈസ് പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർമുല. പലപ്പോഴും നേരത്തെ പറഞ്ഞു കോറിലേഷന്റെ വാല്യൂ -1 മുതൽ +1 വരെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിന്റെ റേഞ്ച് ആണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് പാക്കേജസ് ആൻഡ് ലൈബ്രറീസ് ഇൻ ആർ. 4 മാർക്കിന്റെ ചോദ്യം. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആറിലെ പാക്കേജുകൾ എന്താണ്, ലൈബ്രറീസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് പാക്കേജ് ഇൻ ആർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ലൈബ്രറീസ് ഇൻ ആർ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാക്കേജസ് ആൻഡ് ലൈബ്രറീസ് ഇൻ ആർ എന്നും ചോദിക്കാം. നമുക്ക് ആറിലെ പാക്കേജുകൾ അല്ലെങ്കിൽ ലൈബ്രറീസ് എന്താണെന്ന് നോക്കാം. ദ ടേംസ് പാക്കേജസ് ആൻഡ് ലൈബ്രറീസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആയി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് പാക്കേജസും ലൈബ്രറീസും. പക്ഷെ രണ്ടും റെഫർ ചെയ്യുന്ന രണ്ട് വ്യത്യസ്തമായ കൺസെപ്റ്റുകളെയാണ്. In R, the terms packages and libraries are often used interchangeably, but they refers to different concepts. ഇനി പാക്കേജ് എന്താന്ന് നോക്കാം. A package in R is a collection of R functions, data, documentation and compiled code that are bundled together. ഒരുമിച്ച് ബണ്ടിൽ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനുകൾ, ഡേറ്റ, ഡോക്യുമെന്റേഷൻ, കമ്പൈൽഡ് കോഡുകൾ എന്നിവയുടെ കളക്ഷനാണ് പാക്കേജുകൾ എന്ന് പറയുന്നത്. എന്നാൽ ലൈബ്രറി എന്ന് പറയുന്നത്, ലൈബ്രറി റെഫേഴ്സ് ടു ദ ഡയറക്ടറി ലൊക്കേഷൻ വെയർ പാക്കേജസ് ആർ ഇൻസ്റ്റോൾഡ്. നമ്മുടെ പാക്കേജുകൾ ഇൻസ്റ്റോൾ ചെയ്യപ്പെടുന്ന ആ ഒരു ഡയറക്ടറി ലൊക്കേഷനാണ് ലൈബ്രറി എന്ന് പറയുന്നത്. When you load a package using the library function, you are telling R to make the functions and data set in the packages available for the use in current R section. നമ്മളൊരു ലൈബ്രറി ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു ലൈബ്രറി ലോഡ് ചെയ്യുന്ന അവസരത്തിൽ ഈ ലൈബ്രറീസ് കറണ്ട് സെക്ഷനിൽ അവൈലബിൾ ആയിരിക്കും. സോ R ഹാസ് എ ഡിഫോൾട്ട് ലൈബ്രറി പാക്കേജ്. ആറിന് ഒരു ഡിഫോൾട്ട് ലൈബ്രറി പാക്കേജ് ലഭ്യമാണ്. ആ ഡിഫോൾട്ട് ലൈബ്രറി പാക്കേജിലാണ് ലൈബ്രറീസ് ഡിഫോൾട്ടായി ലോഡ് ചെയ്യുന്നത്. ഇനി പാക്കേജും ആറും തമ്മിലുള്ള ഒരു പാക്കേജ് ലൈബ്രറി തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കിയാൽ, എ പാക്കേജ് ഈസ് എ ബണ്ടിൽ ഓഫ് ആർ ഫംഗ്ഷൻസ്, ഡേറ്റ ആൻഡ് ഡോക്യുമെന്റേഷൻ, whereas library specifies the location or directory where packages are stored on the computer. കമ്പ്യൂട്ടറിൽ പാക്കേജുകൾ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ ഡയറക്ടറി ആണ് ലൈബ്രറി. എന്നാൽ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഫംഗ്ഷനുകൾ, ഡേറ്റ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ കമ്പൈൽഡ് കോഡുകളുടെ ഒരു ബണ്ടിലാണ്, കളക്ഷനാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ഹൗ വിൽ യു ഇൻസ്റ്റാൾ പാക്കേജസ് ഇൻ ആർ? 2 മാർക്കിന്റെ ചോദ്യം. ടു ഇൻസ്റ്റാൾ പാക്കേജസ് ഇൻ ആർ, യൂസ് ദ ഇൻസ്റ്റാൾ പാക്കേജ് ഫംഗ്ഷൻ. ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ആറിൽ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ ഡൗൺലോഡ്സ് ആൻഡ് ഇൻസ്റ്റാൾ ദ സ്പെസിഫൈഡ് പാക്കേജസ് ഫ്രം CRAN.
ക്രാൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനിൽ നിന്നാണ് ഈ ഇത്തരം പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ പാക്കേജ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. നമുക്ക് സിംഗിൾ പാക്കേജ് ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു മൾട്ടിപ്പിൾ രൂപത്തിലും പാക്കേജുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോഡ് വിച്ച് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഇനി അഞ്ചാം ചോദ്യം, വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം? നെയിം ദ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഹിസ്റ്റോഗ്രാം ഇൻ ആർ. 2 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഹിസ്റ്റോഗ്രാം. എ ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റാ സെറ്റ്. പലപ്പോഴും ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലോട്ടാണ് ഹിസ്റ്റോഗ്രാം. എ ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റാ സെറ്റ്, അല്ലെങ്കിൽ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് ഹിസ്റ്റോഗ്രാം. ഇറ്റ് ഡിസ്പ്ലേസ് ദ ഫ്രീക്വൻസി ഓഫ് ഡാറ്റ പോയിന്റ്സ് വിത്തിൻ സ്പെസിഫൈഡ് ഇന്റർവെൽ നോൺ ആസ് ബിൻ. സ്പെസിഫൈഡ് ഇന്റർവെൽസിൽ ഉള്ള ഡാറ്റാ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാംസ് ആർ യൂസ്ഡ് ഫോർ വിഷ്വലൈസിംഗ് ദ ഷേപ്പ് ഓഫ് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ. ഹിസ്റ്റോഗ്രാം പൊതുവെ യൂസ് ചെയ്യുന്നത് ഡാറ്റ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പലപ്പോഴും ഡാറ്റ സയൻസിൽ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ് അല്ലെങ്കിൽ ഒരു ഡയഗ്രമാണ് ഹിസ്റ്റോഗ്രാം. ഇനി ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ആർ ദ ഫംഗ്ഷൻ HIST ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി HIST എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു ഫംഗ്ഷന്റെ പ്രത്യേകത, ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം കോഡ് വിച്ച് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഏതൊരു ഫംഗ്ഷനിലോട്ടും ഡേറ്റ പാസ് ചെയ്യുന്നു, അത്തരം ഡേറ്റയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഹിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് നമ്മൾ ഡേറ്റ പാസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം, ഹിസ്റ്റ്, ഡേറ്റ മെയിൻ, അതുപോലെ തന്നെ എക്സ് ലാബ്, വൈ ലാബ്, COL, ബോർഡർ, ഇതൊക്കെ ഹിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന വാല്യൂ ആണ്. അത്തരം വാല്യൂസിനാണ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി 6ാം ചോദ്യം, എക്സ്പ്ലെയിൻ ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് എക്സാമ്പിൾ. 2 മാർക്കിന്റെ ചോദ്യം. 6 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ്. ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ് ആർ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ടു മാനേജ് ദ ബിഹേവിയർ ഓഫ് ലൂപ്പ്. ഒരു പ്രോഗ്രാമിൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ബ്രേക്കും നെക്സ്റ്റ്. സോ ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ് ആർ 2 കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ആർ. പലപ്പോഴും ബ്രേക്ക് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഒരു ലൂപ്പിൽ യൂസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ലൂപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ലൂപ്പിനകത്ത് ഒരു ലൂപ്പിലെ ഒരു കൺട്രോൾ ട്രാൻസ്ഫർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, അത്തരം സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് എ ലൂപ്പ്. ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എപ്പോഴും വരുന്നു, ആ ഒരു കൺട്രോൾ ലൂപ്പിനെ വെളിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് എ ലൂപ്പ്. നമ്മുടെ എക്സാമ്പിൾ നോക്കിയാൽ ഒരു ഫോർ ലൂപ്പ് ആണ് എഴുതിയിരിക്കുന്നത്. ഫോർ I in 1:10 if I ഡബിൾ മോഡ് 7 ഈസ് ഈക്വൽ ടു 0 പ്രിന്റ്, പിന്നെ ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ദ ലൂപ്പ് ഇറ്ററേറ്റ്സ് ഫ്രം 1 to 10. ഫോർ I in 1:10 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ ഇറ്ററേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ബ്രേക്കും കൊടുത്തിരിക്കുന്നു. If a number is divisible by 7, the loop prints a message and immediately exits the loop with break. അവിടെ 1 മുതൽ 10 വരെ നമ്പർ I എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. ആ അവസരത്തിൽ നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന്റെ വെളിയിൽ പോകുന്നു. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ആൻഡ് നെക്സ്റ്റ് ആർ 2 കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ആർ. ഒരു ലൂപ്പിനകത്തുള്ള ഫ്ലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്തുള്ള എക്സിക്യൂഷന്റെ ഒരു ഫ്ലോ നിയന്ത്രിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്തരം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ ആണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ബ്രേക്കിന്റെ ഒരു
കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ലൂപ്പിനകത്താണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിൽ കൺട്രോൾ ലൂപ്പിന്റെ വെളിയിൽ ജമ്പ് ചെയ്തു വെളിയിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് പ്രിന്റ് ഐ ആണ്. പ്രിന്റ് ഐ എന്ന് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനകത്ത് 7 വെച്ച് ഡിവിസിബിൾ ആയ നമ്പേഴ്സ് ഏതാണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ആയ ഒരു ആർ പ്രോഗ്രാമാണ് ഈ എഴുതിയിരിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ദ കറന്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ് ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. ഒരു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ റിമൈനിങ് കോഡുകളെ ഇഗ്നോർ ചെയ്തു അടുത്ത ഐട്രേഷനിലോട്ട് ജമ്പ് ചെയ്യുന്നു. അതാണ് പ്രത്യേകത. The next statement, when encountered, the remaining code in the current iteration is ignored and the loop continues with the next iteration. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി കിടക്കുന്ന കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത ഐയുടെ വാല്യൂയിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഐയുടെ വാല്യൂ അല്ലെങ്കിൽ അടുത്ത വേരിയബിളിന്റെ വാല്യൂയിലോട്ട് മൂവ് ചെയ്യുന്നു. അവിടെ ഒരു എക്സാമ്പിൾ നോക്കിയറിയാം. 4i in 1 full colon 10 ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ പോകുക. അവിടെ എഴുതിയിട്ടുണ്ട് ഐ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റിന് താഴെ ഒരു പ്രിന്റ് ഐയും എഴുതിയിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ദ കറന്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ് ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. കറണ്ട് ഐട്രേഷൻ സ്കിപ്പ് ചെയ്തു അടുത്ത ഐട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റിന്റെ പ്രത്യേകത. എന്നാൽ ബ്രേക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് എ ലൂപ്പ്. ഒരു ലൂപ്പിനകത്ത് ടെർമിനേഷന് വേണ്ടിയാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഈ പറയുന്ന കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബോത്ത് നെക്സ്റ്റ് ആൻഡ് ബ്രേക്ക് ആർ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഒരു പ്രോഗ്രാമിനകത്ത് ഒരു കൺട്രോളിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്തരം കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ലൂപ്പിനകത്താണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്യുന്നത്. Thank you for watching. Please subscribe the channel.